ഒരു വാക്യം വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 52 അധ്യായം യെശയ്യാവിന്റെ പുസ്തകം, അതിന്റെ 12 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രയേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുൻപടയായും പിൻപടയായും നടന്നതായ കർത്താവ് ഈ 2025 നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. മുമ്പിലും പിമ്പിലും നിലകൊള്ളുന്ന ഒരു ദൈവത്തെ സേവിക്കുവാൻ, ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ യെശയ്യാവിന്റെ പുസ്തകം 55 അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും. അപ്പോഴേ ഞാൻ നിനക്ക് മുമ്പായി ചെന്നപ്പോഴേ നമുക്ക് മുമ്പായി കടന്നു പോകുന്ന കർത്താവുണ്ട്. 2025 ദിവസങ്ങളോ മാസങ്ങളോ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് നിനക്കും പറയുവാൻ സാധിക്കും: നമുക്ക് മുമ്പായി കടന്നുപോകുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുമ്പായി കടന്നു ചെന്ന് അപകടങ്ങളെ കർത്താവ് ഒഴിച്ചു. ഹല്ലേലൂയ. നമുക്ക് മുമ്പായി കടന്നു ചെന്ന് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. നമുക്ക് മുമ്പായി കടന്നുപോയി നമുക്ക് വേണ്ടി പല കാര്യങ്ങള്, ഇന്റർവ്യൂ, ജോലിയെ, പരീക്ഷ എന്ന് വേണ്ട എത്രയോ ചെറിയതും വലിയതുമായ കാര്യങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ സഹായിച്ചു. ആ കർത്താവ് വീണ്ടും നമുക്ക് മുമ്പിലും പിമ്പിലും ഉണ്ട് എന്നുള്ളതായ ആ വലിയ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം നമ്മൾ 1 അധ്യായം വായിക്കുമ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, ഹൗ ഐ വാസ് വിത്ത് മോസസ് ഐ വിൽ ബി വിത്ത് യു. ഞാൻ എങ്ങനെ ഹല്ലേലൂയ മോശയോടുകൂടെ ഇരുന്നുവോ അതുപോലെ തന്നെ ഞാന് നിന്നോടുകൂടെ ഇരിക്കും, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം അതാണ് നമ്മുടെ അഷ്യൂറൻസ്, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോടുകൂടെ ഇരുന്ന കർത്താവ്, യോശുവയോട് കൂടെ ഇരുന്ന കർത്താവ്, അബ്രഹാമിനോട് കൂടെ ഇരുന്ന കർത്താവ്, ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന കർത്താവ്, യാക്കോബിനോട് കൂടെ ഇരുന്ന കർത്താവ് എന്നോടും നിന്നോടും കൂടെ ഇരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം നമ്മൾ കേട്ടതുപോലെ നല്ലൊരു ബന്ധം നമ്മുടെ കർത്താവുമായിട്ട് ബിൽഡ് ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവുമായി ഒന്ന് ചേർന്ന് ഇരിക്കണം. 91 സങ്കീർത്തനം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതിനുശേഷം ഏതാണ്ട് 7 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. 16 വാക്യങ്ങൾ, അത് 14 വാക്യങ്ങളും നമ്മുടെ കർത്താവിനോട് ചേർന്നിരുന്ന് അവനിൽ വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റ് 14 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ 14ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, നാം പറ്റിയിരിക്കിയാൽ അവനെ വിടുവിക്കും. പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്നൊരു കർത്താവിന് കാര്യങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇനി വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഓരോ ഓഫറും വേണ്ട. നമ്മുടെ കർത്താവിനോട് നമുക്കൊന്ന് പറ്റിയിരിക്കാം ഈ 2025. അത് മാത്രമല്ല ഹല്ലേലൂയ, അവിടെ പറയുന്നത് ഉയർത്തും. ഹല്ലേലൂയ. ഉയർച്ച തെക്കുന്നും വടക്കുന്നും പടിഞ്ഞാറും ഒന്നും അല്ല വരുന്നത്, ഉയർച്ച കർത്താവിൽ നിന്ന് വരികയാണ്. ഹല്ലേലൂയ. നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ കർത്താവ് നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ കാര്യങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അത് മാത്രമല്ല ഇവിടെ പറയുന്നത്, വീണ്ടും പറയണേ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ, നീ ചേർന്നിരുന്നാൽ ആ ബന്ധം ഉള്ളത് കൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ അവന് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴേ ചേർന്നിരുന്നാൽ ഹല്ലേലൂയ വിടുവിക്കുക മാത്രമല്ല, ഉയർത്തുക മാത്രമല്ല, ഉത്തരമരുളുന്ന കർത്താവ്. ഹല്ലേലൂയ. ഞാനും നീ ചില കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് 2024 ഉത്തരം കിട്ടിയില്ല. എന്നാൽ എത്ര പേര് വിശ്വസിക്കുന്നു 25 ഹല്ലേലൂയ ഞാൻ അതിന് ഉത്തരങ്ങൾ എൻ്റെ കർത്താവ് തരും എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. അതിന് നിനക്ക് കർത്താവ് മറുപടി തരും, ഉത്തരം തരും. അത് മാത്രമല്ല ഇവിടെ പറയുന്നു, ഉത്തരം തരിക മാത്രമല്ല, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അപ്പോഴേ അവനോട് നമ്മുടെ കൂടെ ഇരിക്കും കർത്താവ്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത്. ഞാനും നീ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കർത്താവ് ഇന്ന് രാത്രി കാലം നിന്നോടും പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 ഞാൻ നിന്നോട് കൂടി ഇരുന്നു, 2025 ഞാൻ നിന്നോട് കൂടി ഇരിക്കും. എന്തൊരാശ്വാസമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഈ നല്ല കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം പറയാണ്, കൂടെ ഇരിക്കുക മാത്രമല്ല, ഞാൻ അവനെ വിടുവിച്ച് മഹത്വം ഇനപ്പെടുത്തും. ഹല്ലേലൂയ. ഞാനവനെ അപ്പോൾ നമ്മളെ വിടുവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അവന് മഹത്വം കരയറ്റണം.
യേസ്, ഈ 2025 കർത്താവ് വലിയതും ചെറിയതും അത്ഭുതങ്ങളും ഹല്ലേലൂയ പല കാര്യങ്ങളും നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ദൈവം ചെയ്യുന്നതായ ആ വിടുതലിനെ ഓർത്ത് മഹത്വപ്പെടുത്തുവാൻ മറന്നു പോകല്ലേ. ഹല്ലേലൂയ സാക്ഷി പറയുന്ന കാര്യത്തില്, പ്രാർത്ഥിക്കുന്ന കാര്യത്തില്, മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന കാര്യത്തില് ഹല്ലേലൂയ മറന്നു പോകാതെ എന്തുവാണ് കർത്താവ് വിടിക്കുമ്പോൾ എന്തുവാണ് അവന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ സാക്ഷികളെ ആകണം, മഹത്വപ്പെടുത്തും. അതുപോലെ തന്നെ പറയാണ്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ മരണമൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലേലൂയ ദീർഘായുസ് തന്ന് നമ്മളെ നടത്തുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എത്ര കാലം എവിടെ ജീവിച്ചിരിക്കണം അതെല്ലാം കർത്താവിന് അറിയാം. അപ്പോൾ കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് ഹല്ലേലൂയ അവനെ ദീർഘായുസ് വരും, തൃപ്തി വരുത്തും, നന്മ പിന്നീട് പറയാം നന്മയെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഈ വർഷത്തിന്റെ ആരംഭത്തില് ഹല്ലേലൂയ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ളതായ വലിയ താല്പര്യം ആഗ്രഹത്താൽ കർത്താവ് നമ്മളെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ചിന്തിച്ചപ്പോൾ ഇന്നലെ ഞാൻ ദൈവത്തിന് വാനത്തിൽ അല്പം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഗലാത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കടന്നു വന്നു. അതെങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ളതായ വാക്യം ഇങ്ങനെയാണ്: ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാലെ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സക വിശ്വാസികൾക്കും നന്മ ചെയ്യുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചിലതൊക്കെ നമ്മുടെ കർത്താവിനോട് വിതയ്ക്കും. നല്ല വിത്ത് വിതയ്ക്കുന്നവരെന്തുവാണ് നല്ല ഫലം കൊയ്യും. ഹല്ലേലൂയ. നമുക്ക് ഈ 2025 ഒത്തിരി സ്നേഹം വിതയ്ക്കാം, ഒത്തിരി കരുണ വിതയ്ക്കാം, ഒത്തിരി ദയ വിതയ്ക്കാം. ഹല്ലേലൂയ. നീ അല്പം സ്നേഹം വിതച്ചാലേ, അല്പ സ്നേഹമല്ല നീ കൊയ്യാൻ പോകുന്നത്, ഒത്തിരി സ്നേഹം കൊയ്യും. ഹല്ലേലൂയ. നീ അല്പ കരുണ ആരോടെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ വിതച്ചാലേ, നീ അല്പം കരുണ അല്ല നീ കൊയ്യാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിൽ ഒത്തിരി കരുണ നീ കാണും, ഒത്തിരി കരുണ കൊയ്യുവാൻ ഇടയായിത്തീരുന്നു. നീ അല്പദയ ആരോടെങ്കിലും കാണിച്ചാലേ, ഒരല്പദയ അല്ല നീ കൊയ്യുവാൻ പോകുന്നത്, കാണുവാൻ പോകുന്നത്, ഒത്തിരി ദൈവത്തിന്റെ ദയ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് കിട്ടുന്ന ഈ 2025 കിട്ടുന്ന സമയങ്ങളൊക്കെ എന്തുവാണ്? നന്മകൾ ചെയ്യുക. ഹല്ലേലൂയ. നമ്മള് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മള് നല്ല വിത്തുകളെ വിതയ്ക്കുക. വിതയ്ക്കുന്നവർക്ക് മാത്രമേ കൊയ്ത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കള വിതയ്ക്കുവാനായിട്ട് കള വിതയ്ക്കേണ്ട ആവശ്യമില്ല, കള കൊയ്യുവാനായിട്ട് കള തന്നെ ഹല്ലേലൂയ കയറി വന്നോളും. എന്നാൽ ഇന്ന് രാത്രികാലം നല്ല വിത്തുകൾ വിതയ്ക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മളെ ഈ 2025 സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.